രക്തസാക്ഷിയുടെ ഫണ്ട് ഒരാൾ ദുരുപയോഗം ചെയ്തു എന്നതിനേക്കാൾ വലിയ ആക്ഷേപമില്ല. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കേൾക്കാവുന്നതിൻ്റെ പരമാവധിയാണ് എന്നതെനിക്കറിയാം. അതുകൊണ്ടാണ് അത് വൈകാരികമാണ്. താങ്കളുടെ കുടുംബത്തിൽ അത്തരം ചില നഷ്ടങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. ആരോപണം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം കൂടിയാണ്. പക്ഷേ മധുസൂദനൻ, ഇങ്ങനൊരു ആരോപണം ഉയരുമ്പോൾ ഇപ്പോൾ ഇതൊരു നിവൃത്തികേടാണ്. ആ കുടുംബത്തിനു വേണ്ടി പാർട്ടി ചെയ്തു കൊടുത്തത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നില്ലേ? ഇപ്പോൾ സജിനിയുടെ കുടുംബത്തിന് ചെയ്തത്, അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്, ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും, കുഞ്ഞികൃഷ്ണനൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ബോധ്യമായ വിഷയമല്ലേ ശ്രീ മധുസൂദനൻ? തീർച്ചയായിട്ടും വളരെ വിഷമവും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു വൈകാരികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചിട്ടും സജിനി, ആ രണ്ട് കുട്ടികൾ, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ, അവരിപ്പോൾ ജീവിതത്തിൻ്റെ എന്നോട് പറഞ്ഞു, അമ്മ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. അമ്മ ഒരു 3-5 ദിവസം മുമ്പ് ഞാൻ കണ്ടപ്പോൾ എന്നോട് മാധവിയമ്മ പറഞ്ഞു, അവർക്ക് എനിക്ക് അമ്മയെപ്പോലെ ഞാനെപ്പോഴും ചേർത്ത് പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠതയെപ്പോലുള്ളവരാണ്. സജിനി എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെ ഞങ്ങൾ കാണുന്നവർ. ആ മക്കൾ ഞങ്ങളുടെ മക്കളാണ്. നിങ്ങളെ ആലോചിച്ച് നോക്കണം, ആ കുടുംബത്തെ എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നത്? ആ കേസിന് എന്തിനാ ഇങ്ങനെ ദുർബലപ്പെടുത്തുന്നത്? കണക്കുകൊണ്ട് പല ആളുകൾക്കും കളിക്കാം, ജീവിതം കൊണ്ട് കളിക്കരുത്. ആ ജീവിതം കൊണ്ടുള്ള കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ക്രൂരമാണ്! കേരളീയ സമൂഹത്തിന് മുന്നിൽ ഒരു കുടുംബത്തെ, ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു കുടുംബത്തെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, ആ കുടുംബത്തെ സ്വന്തം പോലെ കാണുന്ന ഈ പാർട്ടി പ്രവർത്തകരെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? എന്താ ഇതിൻ്റെ ഉദ്ദേശം? ആരെ നന്നാക്കാനാണ്, ആരെ ഇല്ലാതാക്കാനാണ്? എന്താ കുഞ്ഞികൃഷ്ണൻ്റെ താല്പര്യം? എനിക്കറിയാം, എൻ്റെ കുടുംബത്തിനെതിരായിട്ട് ഈ കാര്യങ്ങൾ വന്നത് എപ്പോഴാണ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എനിക്ക് ഒറ്റ മകളാണ്, ഒരു മകളേ ഉള്ളൂ എനിക്ക്. എൻ്റെ ഭാര്യ PSC എഴുതിയിട്ട് ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ ജോലിക്ക് കയറിയിട്ടുള്ള ഒരാൾ. അവളിന്ന് GSTയുടെ ജോയിൻറ്റ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ മകൾ നന്നായിട്ട് പഠിച്ചിട്ട് അവൾ ഡോക്ടറായിട്ടിപ്പോൾ നിൽക്കുകയാണ്. ആ മകളുടെ കല്യാണത്തിൻ്റെ ആലോചനകൾ നടക്കുന്ന സമയത്താണ് മാധ്യമങ്ങൾ നിറയെ ഇയാൾ ഫണ്ട് മോഷ്ടാവാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സംഘടിതമായിട്ട് കൊടുത്തത്. അതിൻ്റെ കുടുംബത്തിനുണ്ടാക്കിയിട്ടുള്ള പ്രശ്നം അത്ര വലുതാണ്. ഇപ്പോൾ സജിനിയും കുടുംബവും അനുഭവിക്കുന്നത് പോലെ മറ്റൊരു തലത്തിൽ ഞങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. എൻ്റെ ഭാര്യാമാതാവ് ഞങ്ങളുടെ കൂടെ താമസം. അവർ ഗസറ്റ് റാങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ളൊരു വളരെ വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. ഈ വാർത്തകളൊക്കെ കണ്ട് ഹൃദയം പൊട്ടിയിട്ടാണ് മരിച്ചത്. ആ കൊലക്ക് ആരുത്തരം പറയും? ഞങ്ങളൊന്നും ഇതുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കുടുംബം അനുഭവിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. കേരളത്തോടോ ലോകത്തോടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പാർട്ടിയോട് പോലും ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം പാർട്ടിയും ഇത്തരം കാര്യങ്ങളിൽ വലിയ നിലയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി പാർട്ടി വലിയ നിലയിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. ഇതൊന്നും പറയുന്നവർക്ക് ഇതിൻ്റെ ഒന്നും വിഷമം അറിയില്ല. ഞങ്ങളൊക്കെ ജീവിതം മുഴുവനും കൊടുത്തത് ധനരാജ് കൊല്ലപ്പെടുന്ന ദിവസം, അതിനുശേഷം ഈ കേസിൻ്റെ കാര്യങ്ങളിൽ പയ്യന്നൂരിൽ പാർട്ടിക്കെതിരായിട്ട് വരുന്ന ഈ അതിക്രമങ്ങളെ ചെറുക്കുന്നതിന് ഒരർത്ഥത്തിൽ ഞങ്ങളൊക്കെ ജീവിതം കൊടുത്തിട്ട് എന്നെ പൊരുതിയെന്ന്. 3, 4, 5 മാസം എൻ്റെ വീടിന് ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ കാവൽ നിന്നു. കാരണം വീട് ആക്രമിച്ച് ഞങ്ങളെ ഇല്ലാതാക്കും എന്നുള്ള നിലയിൽ വലിയ നിലയിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ എന്നെ സംരക്ഷിച്ച എൻ്റെ പാർട്ടിയാണ്. രാവും പകലും ഉറക്കൊഴിഞ്ഞിട്ടും ജോലിക്ക് പോവാതെയും പാർട്ടി പ്രവർത്തകർ കാവൽ നിന്നു. പാർട്ടി, പയ്യന്നൂരിലെ പാർട്ടി അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി. ഒരു ബുദ്ധിമുട്ടും അറിയാതെ പാർട്ടിയുടെ നേതൃത്വമൊക്കെ ആയിട്ട് നടക്കുന്ന പല ആളുകളും ഇപ്പോൾ പലതും പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ മനസ്സിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? സങ്കടപ്പെടുകയൊന്നുമല്ല, പൊട്ടിത്തെറിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ ധനരാജിൻ്റെ കുടുംബം നിങ്ങളുടെ ഈ കണക്കുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിശദീകരണങ്ങളിൽ തൃപ്തരാണോ? അവർ ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്നതിനു ശേഷം കണക്കുകളിൽ എന്തെങ്കിലും സംശയം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് നിങ്ങളോട് സംശയമുണ്ടോ? അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതല്ലേ? ധനരാജിൻ്റെ അമ്മയ്ക്കും ധനരാജിൻ്റെ കുടുംബത്തിനും, അതായത് സജിനിക്കും മക്കൾക്കുമെല്ലാം അവർക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. കാരണം അവർക്കറിയാം ഈ പാർട്ടിയാണ് എല്ലാ കാര്യം ചെയ്തത്.
സജിനിക്കറിയാം ആ വീട് നിർമ്മിക്കുന്നതിന് എനിക്കറിയാം, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, വളരെ ഇതായിട്ടുള്ള PWDയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള കരുണാകരൻ നമ്പ്യാർ എന്ന് പറയുന്ന എഞ്ചിനീയർ, ഞാനും അദ്ദേഹവും എല്ലാ ദിവസവും ആ വീട് നിർമ്മിക്കുന്ന സ്ഥലത്ത് പോകും. എന്തുകൊണ്ടാണ്? ആ വീട് അത്രയും നന്നായി അത് എടുത്ത് സജിനിയുടെ കുടുംബത്തിന് കൊടുക്കണമെന്നുള്ള നിലയിൽ. പയ്യന്നൂരിൻ്റെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ ആ വീട് നിർമ്മിക്കുന്നതിന് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം. ഞങ്ങൾക്കെന്തിനാ ഈ ധനരാജിൻ്റെ പേരിലുള്ള ഫണ്ട് ആ കുടുംബത്തിന്, അതോടൊപ്പം തന്നെ അവരുടെ സംരക്ഷണത്തിന്, സജിനിയുടെ ഭാവി ജീവിതത്തിന്, ആ കുട്ടികളുടെ ജീവിതത്തിന് ഇനിയും അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. വേറെ ഒരാൾക്കും അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളാണ് ആ കുടുംബത്തിൻ്റെ സംരക്ഷണം, ഞങ്ങളാണ് ആ കുടുംബത്തിൻ്റെ രക്ഷിതാക്കളായിട്ട് നിൽക്കേണ്ടത്. ഈ പാർട്ടിയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് കാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ ഏറ്റെടുത്തിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. ധനരാജ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ ആ കുടുംബത്തിന് ധനരാജിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണത്തിൻ്റെ, ധനരാജ് ഇല്ലാതിരിക്കുമ്പോഴും ആ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ പാർട്ടി ഏറ്റെടുക്കുക തന്നെയാണ്. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഇനി ആ കേസ് നടത്തണം. ആ കേസ് ദുർബലപ്പെടുത്തുന്നതിന് ഈ പ്രതികളെ ഇല്ലാതാക്കുന്നത്, പിന്നെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വരുത്തി വച്ചിട്ടുള്ള ഇത്തരം പ്രചാരണങ്ങൾ എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കണ്ടേ. ഈ ശത്രുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പണിയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഇന്നിപ്പോ BJPയുടെ നേതാക്കൾ വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ താങ്കളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2016 സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നൊരു ആശങ്കയുണ്ടോ താങ്കൾക്ക്? അന്ന് ഈ ധനരാജ് കൊല്ലപ്പെട്ടതിനു ശേഷം തുടരാക്രമണങ്ങൾ നടന്നതും അതിനെ പ്രതിരോധിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സംഘർഷഭരിതമായ ദിനങ്ങളായിരുന്നു അന്ന്. ഇപ്പോൾ വീണ്ടും ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ BJP പ്രവർത്തകർ തന്നെ, അതായത് ധനരാജിൻ്റെ കൊലയാളികളെന്ന് നിങ്ങൾ സംശയിക്കുന്നവർ തന്നെ, അതിന് ഒത്താശ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ സംശയിക്കുന്നവർ തന്നെ ഈ വിഷയത്തിൽ താങ്കളുടെ MLA ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് ചെയ്യുകയാണ്. ഞങ്ങളതിനെ മറ്റൊരു രീതിയിൽ കാണുന്നില്ല. കാരണം ധനരാജിനെ കൊന്നവർ ധനരാജിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ നേരെ വരിക, അത് BJPക്കാർ RSSകാർ അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചോട്ടെ, ഞങ്ങൾക്കതിൽ ഒരു വേവലാതിയുമില്ല. അത് MLA ഓഫീസല്ല, എവിടേക്കും അവർക്ക് വരാം. അത് ജനാധിപത്യമല്ലേ, അവർ പറഞ്ഞോട്ടെ. പക്ഷെ പറയുമ്പോൾ അവർ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാർമ്മികതയൊന്നും അവർക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തെല്ലെങ്കിലും അവർക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ അവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം RSSകാർക്കും BJPക്കാർക്കും നന്നായിട്ടറിയാം, പയ്യന്നൂരിലെ പാർട്ടി കീഴടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെയൊന്നും മുന്നിൽ പയ്യന്നൂരിനെ തകർക്കാൻ, കേരളത്തെ തകർക്കാൻ അവർ അജണ്ടയായിട്ട് തിരഞ്ഞെടുത്ത പയ്യന്നൂരിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത്. ഞങ്ങളതിനൊന്നും കീഴടങ്ങിയിട്ടില്ല, ഒരു തരത്തിലും കീഴടങ്ങാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുമില്ല. ഏത് പ്രതിസന്ധി വന്നാലും നെഞ്ചുറപ്പോടെ നേരിടുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. അതിനൊക്കെ ഞങ്ങളൊക്കെ ആ പാർട്ടിയുടെ ആ ഒരു രീതിയിലുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നിട്ടുണ്ട്, ഇന്ന് നിൽക്കും, നാളെ നിൽക്കും. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, പയ്യന്നൂരിൽ രാഷ്ട്രീയ സംഘർഷമില്ലാത്ത നിലയിൽ എല്ലാവർക്കും സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകണം. പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ സമാധാനത്തെ തകർക്കാൻ BJP RSS ശ്രമിച്ചാൽ ജനങ്ങൾ അണിനിരത്തി ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇങ്ങനെയൊക്കെ ഞങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തുന്നതിന്, ഞങ്ങളുടെയൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതിന് പരിശ്രമിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കീഴടങ്ങാൻ മനസ്സില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു ശക്തിക്ക് മുന്നിലും കീഴടങ്ങില്ല, ജനങ്ങൾക്ക് മുന്നിലല്ലാതെ. അത് ഉറപ്പിച്ചിട്ട് പറയാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ മധുസൂദൻ, ആ കണക്കുകളിലേക്കൊന്ന് തിരിച്ചു വന്നാൽ അതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലെ വിഷയവും. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആ ധനരാജ് ഫണ്ടിൽ കാണാതെ പോയ 46 ലക്ഷം പാർട്ടിയുടെ മറ്റേതെങ്കിലും ആവശ്യത്തിന്, ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണ ഫണ്ടിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ സമ്മതത്തോടു കൂടി പിരിച്ചെടുത്ത ഫണ്ട് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു. അത് ഉപയോഗിച്ചതുവഴി ധനരാജിൻ്റെ കുടുംബത്തിനോ ധനരാജിൻ്റെ ബന്ധുക്കൾക്കോ ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണോ അങ്ങയുടെ നിലപാട്? അതിലൊരു സംശയമില്ലല്ലോ. ധനരാജിൻ്റെ കുടുംബത്തിൻ്റെത്, അതുപോലെ തന്നെ അന്ന് നിശ്ചയിച്ചിട്ടുള്ള വീട് നിർമ്മാണം ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു. അതിൻ്റെ മറ്റൊരു ഭാഗം കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വമാണല്ലോ പാർട്ടി ആലോചിക്കുക. പാർട്ടിയല്ലേ, വ്യക്തിയല്ലല്ലോ.
ആരെങ്കിലും തീരുമാനിച്ചിട്ട് ഒരു ഫണ്ട് മാറ്റാനോ ചെയ്യാനോ ക്രമീകരണങ്ങളൊക്കെ പാർട്ടി ആലോചിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. ഈ കേസ് നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ മുന്നിലുണ്ട്. പാർട്ടിയുടെ കയ്യിൽ അതിൻ്റെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. കേസിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയാണ്. വളരെ ഉത്തരവാദപ്പെട്ട സീനിയറായിട്ടുള്ള വക്കീലന്മാരെ വെച്ചുകൊണ്ട് ഈ കേസ് അങ്ങേയറ്റം നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്